കഞ്ചിക്കോട് സ്റ്റേഷനിൽ നിന്ന് നമ്മളോട് രാത്രി ഒരു 9 മണിക്ക് വിളിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് പെട്രോൾമാൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ക് മാൻ പോവാൻ തയ്യാറല്ല. ഒരൊറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയാൻ ട്രാക്കിന് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. ഇയാൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് ഒരു നെർവ് സെൻ്ററാണ്. സാധാരണ ഒരു യാത്രക്കാരൻ കാണുന്ന സ്ഥലത്തേയല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രലിലല്ല, അവിടുന്ന് വളരെ മാറിയാണ് റെയിൽവേയുടെ ഓഫീസ്. പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ ദൂരെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. മദ്രാസ് സെൻട്രലിൽ 40-40 കൗണ്ടറുകൾ ഉണ്ടായിരുന്നു റിസർവേഷൻ ഓഫീസിൽ. ഓരോ ട്രെയിനും ഒരു കൗണ്ടറാണ്. നമ്മൾ പാലക്കാട്ടേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മദ്രാസ് ആലപ്പി എക്സ്പ്രസ്സിന് ഒരു കൗണ്ടർ, തൊട്ടടുത്തൊരു കൗണ്ടറിൽ മാംഗ്ലൂർ മെയിൽ, വേറൊരു കൗണ്ടറിൽ ട്രിവാൻഡ്രം മെയിൽ നോക്കി. ഇതിൽ നിന്ന് അടുത്തെത്തുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്യൂവിൽ പോയി നിൽക്കണം. ഇപ്പോൾ റെയിൽവേയിൽ പരസ്പരം ആളുകൾ പറയുന്ന ഒരു കാര്യം, എല്ലാവരും വിശ്വാസികളാണ്. ദണ്ഡപാളെന്നാ പറയുക, ഈ തമിഴിൽ പറയും. ഈ 2 പാളം കടവുൾ പുണ്യത്തിനടുത്ത് ഓടി ദൈവത്തിൻ്റെ സയൻസൊക്കെ പോയി. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്ന തരത്തിൽ ഇതിൽ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. മൺസൂൺ കാലത്ത് കഞ്ചിക്കോട് നിന്ന് വാളയാർ സൈഡ് കാടാണ്. 2 ലൈനുള്ളത്. ഒരു ലൈൻ കാട്ടിനും അകത്ത് കൂടെയാണ്, ബി ലൈൻ. അപ്പോൾ അവിടെ കഞ്ചിക്കോട് സ്റ്റേഷനിൽ നിന്ന് നമ്മളോട് രാത്രി ഒരു 9 മണിക്ക് വിളിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് പെട്രോൾമാൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ക് മാൻ പോവാൻ തയ്യാറല്ല. ഒരൊറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയാൻ ട്രാക്കിന് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. ഇയാൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് ഈ പെട്രോൾ നടക്കുന്നില്ലെങ്കിൽ 10 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിടണം. 10 കിലോമീറ്റർ സ്പീഡിൽ വണ്ടികൾ വിടാൻ രാത്രി ഒരുപാട് എക്സ്പ്രസ് പോണ സമയം ഒറ്റയാൻ്റെ മുമ്പിലേക്ക് ഇയാളോട് പോകാൻ പറയാൻ പറ്റും. ഒറ്റയാൻ ഇറങ്ങി നിൽക്കും. പക്ഷേ നമ്മുടെ മുകളിലുള്ള ആളുകൾ നമ്മളോട് പറയുക എന്താ, നിങ്ങളുടെ ഡ്യൂട്ടി അദ്ദേഹത്തിനോട് പോകാൻ പറയാനും. ഓരോ ഡിവിഷനിലും ഒരു കൺട്രോൾ ഓഫീസ് ഉണ്ടാവും. കേരളത്തിൽ 2 സ്ഥലത്താണ് കൺട്രോൾ റൂമുകളുള്ളത്. റെയിൽവേയിൽ അത് കൺട്രോൾ ഓഫീസ് എന്നാണ് പറയുന്നത്. കാരണം ഒരു റൂം മാത്രമല്ല, അതൊരു വലിയൊരു സംവിധാനം. കൺട്രോൾ ക്യൂബിക്കിൾസ് അതിനോട് ചേർന്ന് ഉള്ള മറ്റു ഓഫീസുകളും ചേർന്ന് ഒരു വലിയൊരു സിസ്റ്റമാണ്. സാധാരണയായിട്ട് അത് റെയിൽവേ സ്റ്റേഷനുകളിലല്ല, റെയിൽവേ ഡിവിഷണൽ ഓഫീസിലാണ്. പ്രധാനപ്പെട്ട റെയിൽവേ ഓഫീസേഴ്സിനൊക്കെ പെട്ടെന്ന് ആക്സസ് ഉള്ള സ്ഥലത്തായിരിക്കും. ഒന്ന് റെയിൽവേയുടെ ഒരു ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് പലപ്പോഴും ഈ കൺട്രോൾ ഓഫീസിൽ വെച്ചാണ്. അതിൽ തന്നെ ഒരു മീറ്റിംഗ് റൂം ഉണ്ടാവും. പലപ്പോഴും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ള സമയത്ത് പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അവരുടെയും കൂടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നടക്കുന്നത്. അത് ഒരു നെർവ് സെൻ്ററാണ്. സാധാരണ ഒരു യാത്രക്കാരൻ കാണുന്ന സ്ഥലത്തേയല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രലിലല്ല, അവിടുന്ന് വളരെ മാറിയാണ് റെയിൽവേയുടെ ഓഫീസ്. പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ ദൂരെയാണ്. അത് ഇപ്പോൾ വളരെ ഇന്നത്തെ കാലത്ത് ഞാൻ ചേർന്നതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അന്നുള്ള ഇതിനേക്കാൾ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്.
ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൺട്രോൾ റൂമുകൾക്ക്. അത്തരം ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത കൺട്രോൾ ഓഫീസ് പാലക്കാട് ഡിവിഷനിലാണ്. ഇതിൽ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. റെയിൽവേ കുറേയും കൂടെ ബെറ്ററാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അത് ഈ കൺട്രോൾ ഓഫീസിൽ വന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഈ തുടക്കത്തിൽ ഞാൻ ആ വർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും ഇതൊരു പഴഞ്ചൻ സംവിധാനമാണല്ലോ നമ്മൾ ചെയ്യുന്നതെന്ന് ഒരു തോന്നലുണ്ട്. പക്ഷേ AC റൂമാണ്, അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു 4-5 തരം നിറത്തിലുള്ള പേനയും കുറേ റബ്ബറും ഇതൊക്കെ വെച്ച് ചെയ്യുന്ന കമ്പ്യൂട്ടർ വന്നൊരു കാലത്താണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറേണ്ടതല്ലേ, ഇതിൽ മാറ്റങ്ങൾ വരേണ്ടതല്ലേ എന്നുള്ള ഒരു തോന്നൽ വളരെ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിൽ കൺട്രോളേഴ്സിൻ്റെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഈ വിവരം ഞങ്ങൾക്കൊരു പുതിയ ബോസ് ഒരാളും ഓപ്പറേഷൻസ് മാനേജറായിട്ട്. അപ്പോൾ അയാൾ കുറേയും കൂടെ പുതിയ കാലത്തിൻ്റെ ടെക്നോളജിക്കായിട്ട് ബന്ധപ്പെട്ട ആളാണ്. IIT മദ്രാസിൽ നിന്ന് പാസ്സായി വന്ന, അപ്പോൾ ടെക്നോളജി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇത് ഇത്രയും മോഡേണൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അന്ന് റെയിൽവേയിൽ റിസർവേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്തു. അത് കുറേ കൂടെ മുമ്പ് ചെയ്തിരുന്നു. റിസർവേഷനൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്തിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ടതാണ്. അത് ചെയ്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തന്നെ അതേ ഐഡിയ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു എന്നല്ല പറയുന്നത്. ഇതേ ഐഡിയ റെയിൽവേയിൽ പലയിടങ്ങളിലും വരുന്ന ഒരു കാലം. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ ഇത് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അതിന് മുൻകൈ എടുക്കുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ എവിടെയും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല. കൺട്രോൾ ചാർട്ടിങ് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല. കൺട്രോളിങ് ഇത് 2000-ൻ്റെ തുടക്കകാലത്താണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ റെയിൽവേയുടെ മൊത്തം ഈ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിൻ്റെ ഏജൻസി ക്രിസ് എന്ന് പറയും. അവരാണ് ഈ നമ്മുടെ റിസർവേഷനും ഇതൊക്കെ ചെയ്യുന്നത്. അതിലാണ് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങി. ഏറ്റവും ജനങ്ങൾക്ക് ഗുണമായതും ഇത് തന്നെയാണ്. മറ്റേ നീണ്ട ക്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. മദ്രാസ് സെൻട്രലിൽ 10-40 കൗണ്ടറുകളുണ്ടായിരുന്നു റിസർവേഷൻ ഓഫീസിൽ. ഓരോ ട്രെയിനും ഒരു കൗണ്ടറാണ്. നമ്മൾ പാലക്കാട്ടേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മദ്രാസ് ആലപ്പി എക്സ്പ്രസ്സിനൊരു കൗണ്ടർ, തൊട്ടടുത്തൊരു കൗണ്ടറിൽ മാംഗ്ലൂർ മെയിൽ, വേറൊരു കൗണ്ടറിൽ ട്രിവാൻഡ്രം മെയിൽ നോക്കി. ഇതിൽ നിന്ന് അടുത്തെത്തുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്യൂവിൽ പോയി നിൽക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ 80s ഞാൻ ചേർന്നിരുന്ന കാലം. പിന്നീട് ഒരു 85-86 ഒക്കെ ആകുമ്പോഴേക്കും അതിലൊക്കെ മാറ്റങ്ങളും. ഇതിൽ ഒരു 2000-ന് ശേഷമാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള നിർദ്ദേശം വലിയ താല്പര്യത്തോട് കൂടിയിട്ട് ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഒപ്പമുള്ള എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ആൾ വലിയ തോതിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു. ചിലർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എന്താ നിങ്ങളുടെ വിചാരം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ഒരു സിസ്റ്റമാണ്, അവരൊന്നും കാണാതെ ചെയ്യും. ഈ 4 കളറുള്ള പേനയും പെൻസിലും റബ്ബറും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. എത്ര പെർഫെക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന് ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായത്. വലിയ തോതിലുള്ള എതിർപ്പ്. ഇത് ഒരു തരത്തിലും പ്രായോഗികമല്ല. കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളുണ്ടാവും. അത് സേഫ്റ്റിയെ ബാധിക്കും.
ഇങ്ങനെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള കാര്യം. അപ്പോൾ അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ പലരും കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ആളുകളാണ്. കമ്പ്യൂട്ടറിനെ ഭയത്തോടു കൂടി കാണുന്നതാണ്. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ആദ്യം ആളുകൾ ഈ മൗസ് തൊടാൻ ഭയമായിരുന്നു പലർക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യം പാരലൽ ചാർട്ടിങ് ഉണ്ട്. ആദ്യം ചാർട്ടും ഇപ്പുറത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, ഈ വർക്ക് അതേപോലെ ചെയ്യും. അപ്പോൾ പലർക്കും ഈ മൗസിൽ തൊടാൻ ഭയമുണ്ടായി. ഞാൻ ഈ കമ്പ്യൂട്ടറൈസേഷന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾ എന്നുള്ള പേരിൽ വലിയ തോതിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യല്ല, ചീത്ത പറയണത് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആളുകളാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ ഉണ്ടാവാൻ പോണേന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അതൊന്നും ഇതിൽ പറ്റുന്ന കാര്യമല്ല. കൺട്രോൾ ഇതിൻ്റെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് വേറെ ഒരു തരത്തിലുള്ള എന്താ കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. എല്ലാ റെയിൽവേ ആക്സിഡൻറ്റോ എന്ത് സംഭവിച്ചാലും അതിൻ്റെ എൻക്വയറിക്ക് കൊണ്ടുവന്ന പ്രൈമറി ഡോക്യുമെൻ്റ് ഈ കൺട്രോൾ ചാർട്ടാണ്. ഈ കൺട്രോൾ ചാർട്ടിൽ എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ടാവും, രേഖപ്പെടുത്തി വയ്ക്കും. എത്ര സെക്കൻഡിൽ എപ്പോൾ വന്നു, എവിടെ വന്നു, സെക്കൻഡില്ല, ഒക്കെ മിനിറ്റ് കണക്ക്. അപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കുന്നത് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അത് കൺട്രോൾ ചാർട്ടില്ലാതെ കമ്പ്യൂട്ടറിൽ പറ്റുമോ? കമ്പ്യൂട്ടറിൽ ആർക്ക് എന്ത് വേണമെങ്കിൽ എഴുതിക്കും. ഈ കമ്പ്യൂട്ടർ ഒരു നിമിഷം പ്രവർത്തിക്കാതെയായാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്നിട്ട് അവസാനം ഇത് നടപ്പാക്കിയ ഒരു ദിവസമുണ്ട്. ബലമായിട്ട് ഈ ചാർട്ടുകൾ എല്ലാ കൺട്രോളർമാരുടെ കയ്യിൽ നിന്നും എടുത്തു കൊണ്ടുപോയി നിർബന്ധമായി കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യിച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള, ഞാനവരെ കുറ്റമായിട്ട് പറയില്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റേ ഒരു സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഉപയോഗിച്ച് തുടങ്ങി ഒരു 5-6 മാസമായി കഴിഞ്ഞപ്പോൾ ഇത് വളരെ കംഫർട്ടബിളായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു സെക്കൻഡ് പോലും അതെന്തെങ്കിലും പ്രശ്നത്തിൽ വർക്ക് ചെയ്യാതെയായാൽ വലിയ ടെൻഷനായി. കമ്പ്യൂട്ടർ ഇല്ലാതെ കണ്ട് ഈ ഓഫീസ് പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ കണ്ട് ഒരു കൺട്രോൾ ഓഫീസിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ആദ്യം പാലക്കാട് ഡിവിഷൻ തുടങ്ങി, അടുത്ത ഡിവിഷനുകൾ തുടങ്ങി, ഡിവിഷനുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, സോണുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലുള്ള ഏത് ട്രെയിൻ എവിടെ ഉണ്ടെന്ന് പബ്ലിക്കിന് വരെ അറിയാവുന്ന തരത്തിൽ ഈ കൺട്രോളർ ഫീഡ് ചെയ്യുന്ന ഇതേ സമയം തന്നെയാണ് ഈ പുറത്തേക്ക് വരുന്നത്. അതിപ്പോൾ ഇപ്പം അത് GPS-ലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കൺട്രോളർക്ക് ടൈം ഫീഡ് ചെയ്യണ്ട. മറ്റേത് കൺട്രോളർ ഈ ടൈം ഇതിലേക്ക് ഫീഡ് ചെയ്യണം. ഇപ്പം അത് ഫീഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന അത് മൊത്തമായിട്ടായിട്ടില്ല, ഫീഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പം അത്തരത്തിലേക്ക് ആ സിസ്റ്റം മാറി, വലിയ തോതിൽ മാറി. ആ പഴയ ഇപ്പോൾ ഈ പറയുന്ന കൺട്രോൾ ചാർട്ടോ ഈ പല നിറത്തിലുള്ള പേനകളോ അല്ലെങ്കിൽ റബ്ബറോ അതേപോലെ സെറ്റ് സ്ക്വയറോ ഇതൊന്നുമില്ല. അതൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ള കൺട്രോളർമാരോട് ചോദിച്ചാൽ അവരിതൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ ആ ജനറേഷനിൽ വന്ന ആളുകളുടെ കാലത്തുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ തോതിൽ പ്രഷറുണ്ടാവും. അവിടെയും 2 കോൺട്രഡിക്ടറി ഇൻട്രസ്റ്റാണ്. 2 ചീഫ് കൺട്രോളർമാർ ഒരേ സമയം ഇതിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്. ഒരാൾ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻസിൻ്റെ, മനുഷ്യർ കയറുന്ന വണ്ടികളുടെ കാര്യം. ഇപ്പുറത്തുള്ള ആൾ ഗുഡ്സിൻ്റെ. ഈ ഗുഡ്സിൻ്റെ ചീഫ് കൺട്രോളർക്കാണ് അവിടെ പ്രാമുഖ്യം. എന്ന് വെച്ചാൽ മറ്റതിന് ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ച് പോകും. ഇതങ്ങനെയല്ല. ഇത് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചാലേ ഇത് പോകും. ഇതിലാണല്ലോ പൈസയും. അപ്പം റെയിൽവേയുടെ എല്ലാ ദിവസത്തെയും ഡിസ്കഷൻ, പ്ലാനിങ് എല്ലാം ഗുഡ്സ് മൂവ്മെൻറ്റിനാണ്. നാളത്തെ ഗുഡ്സ് എങ്ങനെ ഇന്ന് പ്ലാൻ ചെയ്യും, നാളെ എങ്ങനെ വേണം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഗുഡ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ പൂർണ്ണമായി നടപ്പാക്കിയാൽ വണ്ടികൾ ലേറ്റാവും. വണ്ടികൾ ലേറ്റാവാതെ
ഇത് പെർഫെക്റ്റായിട്ട് ഓടിച്ചാൽ ഗുഡ്സ് നിന്നു. ഇത് രണ്ടും കൂടിയുള്ളൊരു ബാലൻസ്, അതിൻ്റെ മുകളിലാണ് മറ്റ് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആക്ച്വൽ കൺട്രോളർ എന്ന് പറഞ്ഞ ഡ്യൂട്ടിയിലിരിക്കുന്ന ആൾ, അയാൾ ഇവരുടെ രണ്ടാളുടെയും ഇത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ കോൺട്രഡിക്ടറി ആവും ചില സമയത്ത്. ചിലപ്പോൾ ഇത് നമുക്ക് വിചാരിച്ച പോലെ എത്തിക്കാൻ പറ്റില്ല, വണ്ടികൾ ലേറ്റായി പോവും. ലേറ്റായാൽ നമ്മുടെ കണക്ക് കൂട്ടൽ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണക്ക് കൂട്ടിയ പോലെ വരില്ല. നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കില്ല, ആരുടെയും തെറ്റുകൊണ്ടായിരിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയാൽ നിങ്ങളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടേ ചോദിക്കും. ഇപ്പോൾ അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഞാൻ ഈ ഫറൂഖിൽ ഈ ഇത് പറഞ്ഞില്ലേ, അന്നത്തെ ഒരു ദിവസം ആ പോകുന്ന ട്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ ആയതുകൊണ്ടും അത് മുകളിലുള്ള ആളുകളെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇതേ ഒരു പ്ലാൻ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം പ്ലാനിങ്ങൾ നടത്തിയിട്ട് അത് ഫെയിലായിരുന്നു. ഫെയിലാവുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിന് നിങ്ങൾ അങ്ങനത്തെ റിസ്ക് എടുത്തു, നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ മുമ്പേ നിർത്തി വെച്ചാൽ ചോദിക്കും എന്തിനവിടെ നിർത്തി, മുമ്പോട്ട് പോകുമായിരുന്നില്ലേ എന്ന്. മുമ്പോട്ട് പോയിട്ട് മറ്റ് വണ്ടികൾ ലേറ്റായാൽ ചോദിക്കും അത് ഇവിടെ നിർത്തായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഇത് തിരികെ വരും. അപ്പോൾ കൺട്രോളറുടെ ഡ്യൂട്ടിയിൽ ഈ ഒരു ടെൻഷൻ എപ്പോഴും. അപ്പോൾ ഓടിക്കുന്ന ഡ്രൈവർ, അതുപോലെ ഇപ്പോൾ ഗുഡ്സൊക്കെ ഓടിക്കുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡ്രൈവർമാരുടെ പേര് കേൾക്കുമ്പോൾ അറിയാം ഇന്ന ആളാണ്. അപ്പോൾ അയാളാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഡിപ്പെൻഡബിളാണ്. വേറൊരാളാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓടണം എന്നില്ല. സ്പീഡ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. നമ്മുടെ കണക്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയാലും പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഡ്രൈവറുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് അയാൾ എങ്ങനെ ഓടിക്കും നമുക്ക് അറിയാൻ പറ്റണം. അത് സ്ഥിരമായിട്ട് നമ്മൾ കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡ്രൈവേഴ്സിനെല്ലാം ബൈ നെയിം, ആളെ മുമ്പിൽ വന്ന് നിന്ന് കണ്ടാൽ ചിലപ്പോൾ അറിയില്ല. ആ പേര് കേൾക്കുമ്പോൾ ആ ഇന്ന ആളാണ് വരുന്നത്. ബസ്സൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർമാർക്ക് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ഉണ്ടാവുമല്ലോ. ട്രെയിനിൽ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം സ്പീഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹാൻഡ്ലിങ് ഉണ്ട്. ട്രെയിനിൽ പക്ഷേ ഇതുപോലെയല്ല, മറ്റൊരു തരത്തിലാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുണ്ട്. അത് ഗുഡ്സിലാണ് നമ്മളത് ശരിക്ക് ഫീൽ ചെയ്യും. സ്മൂത്തായിട്ട് ഇത് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും അത് അനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. വിചാരിച്ച സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് നിർത്താൻ പറ്റും. എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് പറ്റും. എന്നാൽ അത് പറ്റാതെ വളരെ റഫ് ഹാൻഡിലിങ്ങുള്ള ഡ്രൈവേഴ്സുണ്ട്. ഇപ്പോൾ ഗുഡ്സിൽ ഈ റഫായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ കൂടെ ഗാർഡായിട്ട് പോകുമ്പോൾ അതിഭീകരമായ ജർക്കുണ്ടാവും. ഡ്രൈവർ മോശമാവുന്നതനുസരിച്ച് ജർക്ക് കൂടും. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് എന്താ ഒരു ഡ്രൈവറുടെ പേര് പറയുന്നില്ല, അയാൾ ഇന്ന ആളാണ് ഡ്രൈവർ എന്ന് കേൾക്കുമ്പോൾ അയ്യോ അയാളുടെ കൂടെ എങ്ങനെ നമ്മൾ ധൈര്യപ്പെട്ട് പോകും. എന്നാൽ അത്ര വളരെ റഫായിട്ട് ഓടിച്ച് വലിയ അപകടങ്ങളുണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അത് എക്സ്പീരിയൻസാണ്. എക്സ്പീരിയൻസും അത് സ്വതസിദ്ധമായിട്ട് വരണം. അങ്ങനത്തെ ഇതുണ്ട്. വളരെ സ്മൂത്തായിട്ട് ചെയ്യുന്നതാണ്. ഈവൻ ഇത് പൈലറ്റ് ഇതിൽ വളരെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യുന്ന ആളുണ്ട്. നിങ്ങളറിയാത്ത രീതിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റും, വളരെ മോശമായിട്ട് ലാൻഡ് ചെയ്യുന്നവരുണ്ട്. ജസ്റ്റ് ലൈക്ക് അത് ആ സിസ്റ്റം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നനുസരിച്ച്. പുതിയ ഡ്രൈവേഴ്സ് പലരും ചെറുപ്പക്കാർ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ
അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ. മുമ്പ് ഏതോ ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, മറ്റൊരു സ്ഥാപനത്തിലും ചെയ്യാത്ത വളരെ തലതിരിഞ്ഞ ഒരു നയം നടപ്പാക്കിയ സ്ഥാപനമാണ് റെയിൽവേ ഈ ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ. ആദ്യകാലത്തൊക്കെ ഡ്രൈവേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് സ്റ്റീമൊക്കെ ഉള്ള കാലത്ത് എൻജിൻ ക്ലീനർ, ഫസ്റ്റ് ഫയർമാൻ, അല്ല സെക്കൻഡ് ഫയർമാൻ, ഫസ്റ്റ് ഫയർമാൻ, ഡ്രൈവർ, ഇങ്ങനെ പ്രൊമോഷനായിട്ട് വരും. ഇത് കഴിഞ്ഞ് ഡീസൽ എൻജിൻസ് എല്ലാം വന്നൊരു സമയത്ത് ഡിപ്ലോമ പാസ്സായവരെ ഡ്രൈവേഴ്സായിട്ട്, അപ്രൻറ്റീസ് ആയിട്ടെടുത്ത് അവരെ ഡ്രൈവേഴ്സാക്കി. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഡിപ്ലോമ ഉള്ളവരാണ് അസിസ്റ്റൻറ്റ് ഡ്രൈവറായിട്ട് വന്ന് പിന്നീട് അവർ ഡ്രൈവറായി. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളെപ്പോലെ റെയിൽവേക്ക് ഇവരെ വെച്ച് ഓവർ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. മുമ്പുണ്ടായിരുന്ന ആളുകളോട് അവർ ഒരു ലോയർ ഗ്രേഡിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞ് ഓവർ വർക്ക് ചെയ്യും. അപ്പോൾ ഇവർ ഗ്രൂപ്പ് വന്നപ്പോൾ ഇവർ 10 മണിക്കൂറായാൽ അവരിറങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ITI ക്വാളിഫിക്കേഷൻ ആവാം. ഒരു പോസ്റ്റിലേക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടെ കഴിവുള്ളവരെ കൊണ്ടുവരാതല്ലേ. ഇത് താഴ്ത്തിയ ചരിത്രം റെയിൽവേക്കുണ്ട്. കുറച്ച് കാലം ഇപ്പോഴത്തെ കറൻ്റായിട്ടുള്ള പൊസിഷൻ എനിക്ക് അറിഞ്ഞോളാം. കുറച്ച് കാലം ഈ ITI ആയിരുന്നു വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ളവർ അപ്ലൈ ചെയ്യില്ല. ഇതുണ്ടാവില്ല അവർക്ക്. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് BTech എടുത്ത ആളുണ്ടാവും, ഒരുപാട് ഗ്രാജുവേറ്റ്സ് വരും. അപ്പം ഇത് ഇടയ്ക്ക് വെച്ച് മാറ്റി, ഇടയ്ക്ക് കുറച്ച് കാലം ഉണ്ടായൊരു സംഭവമാണ്. കൂടുതൽ കഴിവുള്ളവർ വന്നാൽ ഇത് നന്നാവും എന്നല്ലേ വിചാരിക്കേണ്ടത്. അത് അവർ കൂടുതൽ ഒരു അടിമകളെപ്പോലെ നമ്മൾ പറയുന്നത് കേട്ട് ജോലി ചെയ്യുന്നവർ ആവണമെന്ന് ചിന്തിക്കുന്നു അഡ്മിനിസ്ട്രേഷൻ. അതിന് കാരണമായിട്ട് പറയുന്നത് ഇവർ കൃത്യസമയത്ത് ഇപ്പോൾ 10 മണിക്കൂർ സമയം തന്നെ ഒരു ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടി തുടർച്ചയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു സിഗ്നൽ ഡേഞ്ചർ ഇതിൽ പാസ് ചെയ്താൽ അയാളെ പിരിച്ചു വിടണമെന്നാണ് റെയിൽവേയുടെ നിയമം. സ്പാഡ് എന്ന് പറയും, സിഗ്നൽ പാസിങ് അറ്റ് ഡേഞ്ചർ. അത് ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കണമെന്നില്ല, അപകടമൊന്നും ഉണ്ടാവണമെന്നില്ല. അത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർട്ടഡ് ആക്സിഡൻ്റ് എന്നാണ്. ആക്സിഡൻറ്റ് നടക്കേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് നടന്നില്ല. പക്ഷേ നിയമം അനുസരിച്ച് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനത്തെ ഒരു ജോലിയിലിരിക്കുന്ന ആളാണ് 10 മണിക്കൂർ ജോലി. അത് രാത്രിയും പകലും ഒക്കെ വരും. ഓരോ 5 മിനിറ്റിലും ഇയാൾ 2-3 സിഗ്നൽസ് പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ണ് ഒന്ന് ചെമ്മിപ്പോയാൽ പോയി. മൈക്രോ സ്ലീപ്പ്. ഇന്നാളിപ്പോൾ ഈ ബാലസോർ ആക്സിഡൻറ്റ് കഴിഞ്ഞൊരു ആക്സിഡൻറ്റ് ഉണ്ട് ബംഗാളിൽ. സ്ഥലം ഞാൻ ഓർക്കണില്ല. ഗുഡ്സ് തന്നെയാണ് ഇടിച്ചത്. അപ്പോൾ അത് ഗുഡ്സ് തന്നെ ആയതുകൊണ്ട് കാഷ്വാലിറ്റി ഇല്ല. അതിൻ്റെ ഫൈൻഡിങ്സ് വന്നത് മൈക്രോ സ്ലീപ്പിലായിപ്പോയി. ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്തു. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ പോയില്ലേ. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ 10 മണിക്കൂർ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് പറയണ ഇതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇടയ്ക്ക് പീരിയഡ് ഓഫ് റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് എവിടെയാണ് പീരിയഡ് ഓഫ് റിലാക്സേഷൻ ഉള്ളത്? ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഇടയ്ക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. ഓവർ സ്ട്രെയിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും അതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. ഇപ്പോൾ റെയിൽവേ സംബന്ധിച്ചിപ്പോൾ നോക്കുമ്പോൾ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ ഇവരൊക്കെ ഒരു തരത്തിലുള്ള ഒബ്ജക്ഷൻസും പറയാതെ എത്ര സമയം വേണം, സമയത്തിൽ മാത്രമല്ല, ഇപ്പോൾ ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഓരോ ട്രെയിനും പുറപ്പെടുന്നതിന് മുമ്പ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് മുഴുവൻ ചെക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും അത് വണ്ടി
സേഫായിട്ട് ഓടിക്കാവുന്നതാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കും. അത് ഗാർഡും ഡ്രൈവറും ഒപ്പിട്ടിട്ടാണ് ആ വണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിലുള്ള ഇത്ര ദൂരത്തിന് ഇത്ര എന്നുള്ളതിൽ അതിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അതൊക്കെ സേഫ്റ്റി ബാധിക്കുന്നുണ്ട്. റെയിൽവേ ഈ തരത്തിലൊക്കെയാണ് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ സേവ് ചെയ്യേണ്ടതായ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. കോംപ്രമൈസ് ചെയ്യുന്നത് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് അതാണ് പലപ്പോഴും വലിയ അപകടങ്ങളുണ്ടാക്കുന്നു. അപകടങ്ങളുണ്ടാക്കുന്ന മാത്രമല്ല, അതൊരിക്കലും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യം. അപകടം ഉണ്ടാകാതെ രക്ഷപ്പെടുന്ന ഭാഗ്യമായിരിക്കാം. ഇപ്പോൾ റെയിൽവേയിൽ പരസ്പരം ആളുകൾ പറയുന്ന ഒരു കാര്യം, എല്ലാവരും വിശ്വാസികളാണ്. ദണ്ഡപാളെന്നാ പറയാം, ഈ തമിഴിൽ പറയും. ഈ 2 പാളം കടവുൾ പുണ്യത്തിനാലെത്താൻ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സയൻസൊക്കെ പോയി. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്ന തരത്തിൽ ഇതിൽ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. സാരമില്ല, സംഭവിക്കുന്നില്ലായിരിക്കാം. ഇപ്പം എത്രയോ ആക്സിഡൻറ്റുകൾ സംഭവിക്കാതെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം സംഭവിക്കുന്നത് 10, 200, 300 പേരാണ് കാഷ്വാലിറ്റീസ് വരുന്ന വലിയ ഇതല്ലേ. അപ്പോൾ അങ്ങനെ റെയിൽവേക്കാർ വിശ്വാസികളാകുന്നതിന് സിസ്റ്റം അല്ല. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് ചന്ദ്രയാൻ അയക്കുമ്പോൾ പോയി തിരുപ്പതിയിൽ പോയി തേങ്ങ ഉടക്കി അല്ലെങ്കിൽ പൂജിക്കാൻ പോണവരെ നമ്മളവർ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കളിയാക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ലോക്കോ പൈലറ്റിൽ 90% ആളുകൾ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടി തൊട്ട് തൊഴുതിട്ടാണ് കയറുന്നത്. പലരും പറയുന്നുണ്ട് ഇതെല്ലാം ഒരു കടവുൾ പുണ്യത്തിനാലത്താൻ ഓടുന്നത്, ഒരു നമ്പിക്കൈ അവളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സേഫ്റ്റിക്ക് വേണ്ട പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടാണ് പോകുന്ന. ഒക്കെ ഒരു അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് പോവാണ്. ദൈവത്തിലാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. അവൻ്റെ ഇത് കൺട്രോളിലല്ല വരുമ്പോഴാണല്ലോ. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട് റെയിൽവേ. ഇപ്പോൾ ഈ ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് TXR എന്ന്, സെക്ഷണൽ എൻജിനീയർ മെക്കാനിക്കൽ, ഈ ബോഗികളും വാഗണും. ഇത് ഇയാൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ വണ്ടി 3500 കിലോമീറ്റർ അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ഓടാമെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കും. ഈ വണ്ടി പോയി എവിടെയെങ്കിലും മറിഞ്ഞാൽ കർഷകാലത്തിൽ ഇദ്ദേഹത്തിനെ വിളിക്കും. അതിന് മറിഞ്ഞത് ഇവരുടെ കുഴപ്പം കൊണ്ടാവണമെന്നില്ല. അതിൻ്റെ എൻക്വയറി നടത്തുമ്പോൾ ആരാണ് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ജബൽപൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ ജബൽപൂരിൽ നിന്ന് ഒരാൾ ഇവിടെ വരിക, ഇവിടെ അയാൾക്കതിന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു വിചിത്രമായിട്ടുള്ള ഇതിലാണിത് പോണത്. അപ്പോൾ ഈ കൺട്രോളർക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നൊരു ജോലിയാണുള്ളത്. പക്ഷേ അത് വളരെ ടഫാണെന്ന് മാത്രമല്ല, പലപ്പോഴും ഞങ്ങളുടെ ആ ജോലി ചെയ്തിരുന്ന എനിക്ക് പരിചയമുള്ള ഏകദേശം എല്ലാ ആളുകൾക്കും ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട്. പലരും ബൈപ്പാസ് കഴിഞ്ഞവരുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അത്ര സിവിയർ പ്രഷറിലാണ് ഇന്നത്തെ കാലത്ത് പ്രഷർ വേറെ തരത്തിൽ മാറിയിട്ടുണ്ട്. ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ വലിയ പ്രഷറാണ്. എന്ന് വെച്ചാൽ മറ്റ് ട്രാക്കിൻ്റെ മെയിൻ്റനൻസിനോട് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വേറെ. 25,000 വോൾട്ടാണ് റെയിൽവേ ട്രാക്കിനുള്ള സപ്ലൈ. അതിൻ്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 25,000 വോൾട്ട്സ്. നമ്മുടെ വീട്ടിൽ വരുന്ന 230 വോൾട്ടാണ്. ഇതിൻ്റെ കഷ്ടിച്ച് ഒരടി അടുത്തേക്ക് എത്തുമ്പോഴേക്കും തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ മെയിൻ്റനൻസ്, അതുമായിട്ട് ബന്ധപ്പെടുന്നതിൽ മരിച്ചുപോയ ആളുകളുണ്ട്. റിസ്ക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിന് മെയിൻ്റനൻസിനുള്ള ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൺട്രോളർക്കാണ്.
ഇപ്പോൾ എല്ലാവരും ഈ മെയിൻ്റനൻസിനുള്ള പെർമിഷനൊക്കെ ചോദിക്കുന്നത് കൺട്രോളറോടാണ്. ട്രാക്ക് ആണെങ്കിലും നോക്കി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റായി സമയം കൊടുക്കണം. ആ സമയത്ത് വേറെ വണ്ടി വിടാൻ പാടില്ല. നമ്മൾ വിട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മതി. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ആദ്യകാലത്ത് നമുക്ക് ഒരു ത്രില്ല് തോന്നുന്നു. നമ്മൾ ഇത്രയും വണ്ടികൾ ഓടിക്കുന്നു, വളരെ പെർഫെക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നു. ബോറടിക്കില്ല, ബോറടിക്കാൻ സമയമില്ല. പെൻഡിങ് വർക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു വർക്കും പെൻഡ് ചെയ്യാൻ പറ്റില്ല. കൺട്രോളർക്ക് പെൻഡിങ് വർക്കില്ല, ഫയലുകളൊന്നുമില്ല. ഇപ്പോൾ കുറേ ഫയൽ അതിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്പ്ലിറ്റ് സെക്കൻഡുകളിൽ തീരുമാനങ്ങൾ എടുക്കണം. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് അതേ തീരുമാനം നമുക്ക് കുറേ കൂടെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ഒരു 4 ആൾ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതല്ല, ആ സെക്കൻഡിൽ എടുക്കണ ഡിസിഷനായിരിക്കും. നമ്മൾ പറയുന്നത് ഓരോന്നും ഒരു ഡിസിഷനാണ്. നമ്മളൊരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ 500 ഡിസിഷൻ എടുക്കണ്ടാവും. ചിലപ്പോൾ നിരന്തരമായിട്ട് പറയുന്നു നിർത്തണം വിടണം എന്നൊക്കെ പറയുന്ന ഡിസിഷനാണ്. അപ്പോൾ അത് പക്ഷേ മറ്റേത് ജോലിയും പോലെ ബൈ പ്രാക്ടീസിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കറക്റ്റായിട്ട് വരും. കുറച്ച് കഴിയും. സ്റ്റിൽ ഒരേ ഡ്യൂട്ടി തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന പോലത്തെ ഒരു പ്രഷർ ഉണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ വണ്ടികളൊക്കെ എവിടെ എത്തി എന്തായി എന്നുള്ള ആദി നിൽക്കും മനസ്സിൽ. പിന്നെ സ്ഥലത്ത് വെച്ച് ലേറ്റായി അത് അവിടെ എത്തുമ്പോഴേക്കും റൈറ്റ് ടൈം എത്തും, ഇനി എന്താവും എന്നുള്ള ചിന്തയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഇതിലായിരിക്കും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിനിടയ്ക്ക് കിടന്നുറങ്ങുന്ന ആളെ വീണ്ടും വിളിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞാൻ പറയാൻ വന്ന കാര്യം അതായി. ഇതിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചത് റെയിൽവേയെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റെയിൽവേയുടെ ഓപ്പറേഷൻസ്, റെയിൽവേ എന്നുള്ള സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന ഒരു ചിന്തയിലാണ് ഞാനിതിൽ വന്ന് ചേർന്നത്. അപ്പോൾ വന്ന് ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതം തന്നെ അല്ല, നമ്മൾ പത്രം വായിക്കാതെയോ. ഞാൻ എന്നും കാലത്ത് എഴുന്നേറ്റ് ആദ്യം ചെയ്തിരുന്നു പേപ്പർ വായിക്കുന്നു. പേപ്പർ വായിക്കാൻ ആ സമയമൊന്നുമല്ല. നമ്മളൊരു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ രാത്രി ഡ്യൂട്ടിക്ക് പ്രിപ്പറേറ്ററി ആയിട്ട് ഉറങ്ങണം. നമ്മൾ പേപ്പർ വായിക്കാതെ ചുറ്റുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ കുറേ വണ്ടികളുടെ നമ്പർ, ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ജാർഗൺ, ഈ പറയുന്ന വാക്കുകൾ ഇത് മാത്രമാവണം. ഈ കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ എന്നുള്ള അതിൽ ഉള്ള ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും ആർക്കും മറ്റൊന്നും സംസാരിക്കാനില്ല. കാണുന്നവരെല്ലാം പരസ്പരം പറയുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. വേറൊരു വിചിത്രമായിട്ടൊരു ലോകത്തിലേക്ക് കുറേ വണ്ടികളും ആ വണ്ടികളുടെ എൻജിൻ അപ്പോൾ കണ്ടാൽ ചോദിക്കുന്ന 183/78 എന്താ ചെയ്തു എന്നാ ചോദിക്കും. അപ്പോൾ ഈ 183/78 എൻജിൻ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ 183/78 എന്ന് പറഞ്ഞ എൻജിൻ ഈറോഡുള്ളതാണ് അല്ലെങ്കിൽ എറണാകുളത്തുള്ളതാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിയുന്നു. ഇതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ടാവും. ഇന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എന്നത് പറയുമ്പോൾ അതിൽ പിന്നെ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഇത്ര പോകും, അല്ലെങ്കിൽ കടലുണ്ടി എന്ന് പറയുന്ന സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ മനസ്സിൽ കാണാം നമുക്ക് കടൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതുവരെ ജീവിച്ചിരുന്ന ഇത് മൊത്തമായിട്ട് മാറി നമ്മുടെ വായന കുറയണു, നമ്മുടെ ചിന്തകൾ കുറയുന്നു. നമുക്ക് ലിറ്റററി റീഡിംഗ് ഒക്കെ ഗുരുതരമായിട്ട് ബാധിക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇതിൻ്റെ അകത്തല്ലേ. വീട്ടിൽ വന്നാലും ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ വൈഫും കുട്ടികളൊക്കെ പറയും, വന്നാൽ ഇതേപോലെ വണ്ടികളുടെ കാര്യം തന്നെ പറയും. ഇപ്പോൾ രാത്രി 12 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. 1 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങണു. കാലത്ത് 7 മണി 8 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ട 12 മണിക്ക് 10 മണിക്ക് പോകണം. ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഗ്യാപ്പുകൾ കുറവാണ്. പിന്നെ രാത്രി 6 മണിക്ക് കയറിയാൽ 12 മണിക്ക് ഇറങ്ങണം. 12:30 വീട്ടിൽ ക്വാർട്ടേഴ്സിൽ വന്ന് എത്തി 1 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. കാലത്തൊരു 7 മണി 8 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നു. വീണ്ടും 10-10:30 ആകുമ്പോഴേക്കും
പോകേണ്ട തയ്യാറെടുപ്പുകളായി. 12 തൊട്ട് വീണ്ടും 6 മണി വരെ, 6:30 7 മണിക്ക് തിരിച്ചെത്തുന്നു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് പോകണം അതിനെക്കുറിച്ചുള്ള. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 4-8 ദിവസം കഴിഞ്ഞാലാണ് ഒരു ദിവസം ഓഫ്. അറിയില്ല നമ്മൾ ദിവസങ്ങൾ പോകണം. പെട്ടെന്ന് ദിവസങ്ങൾ മറിഞ്ഞ് പോകണം. 24, 25, 26 കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്നിരുന്ന് പറയാം, അപ്പോൾ അങ്ങനെ നമ്മുടെ മാർച്ചും കഴിഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് കാലങ്ങൾ അങ്ങനെ ആദ്യത്തെ ത്രില്ലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു രൂപത്തിലേക്കാവും. പിന്നെ അവിടെ വന്ന ആളുകളൊക്കെ പ്രത്യേകതരം മനുഷ്യരായിട്ടും അവർക്കും വേറെ താല്പര്യങ്ങളൊന്നും ഇല്ല. വേറെ ലോകത്തിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട്, മറ്റ് കൾച്ചറലായിട്ടുള്ള ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യുന്നില്ല. ട്രെയിൻ തന്നെ. അപ്പോൾ ഇന്നത്തെ മെയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഗുഡ്സിലാണ്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ അന്നത്തെ ഇപ്പോഴും അതേ പേരുകളൊക്കെ തന്നെ. ഇപ്പോൾ റെയിൽവേയിലെ കോഡും പുറത്തുള്ള ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. IPN എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ വളരെ പ്രധാനപ്പെട്ട ഇരുമ്പനത്തേക്ക് പോകുന്ന empty ആയിട്ടുള്ള ഓയിൽ ടാങ്ക് വണ്ടിക്കാണ് IPN എന്ന് പറയുന്നത്. ആ റെയിൽവേയിൽ IPN എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. ഇതേപോലെ കുറേ വാക്കുകളുണ്ട്. MEBR എന്ന് പറഞ്ഞാൽ മേട്ടൂർ എംടി ബോക്സ് റേക്ക്. മേട്ടൂരിൽ നിന്ന് കാലിയായിട്ട് പോകുന്ന റേക്കുകൾക്ക് ലോഡ് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ പ്രാധാന്യം ഇത് ചെന്നിട്ട് വേണം അടുത്ത് ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്തയിൽ പോകുന്നു. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അത് അടുത്തൊരു ഘട്ടത്തിൽ പറയാം. ഇതിൽ നിൽക്കുമ്പോഴാണ് ഈ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങൾ വരുന്നത്, അതിന് ചെയ്യുന്ന. അപ്പോൾ അതിനുള്ള റെസിസ്റ്റൻസ്, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഗുണം അനുഭവിക്കുമ്പോൾ ആളുകൾക്ക് മാറ്റം വരുന്നു. പിന്നെ അന്ന് റെസിസ്റ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് തന്നെ അവർ ഇതേ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേറെ അവിടെ വളരെ സന്തോഷമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കമ്പ്യൂട്ടർ ഓരോരുത്തർക്കും ഒരേ ടേബിളിലും കമ്പ്യൂട്ടർ കിട്ടുന്ന അവസ്ഥയാകുമ്പോൾ കൂടുതൽ ഇതിലേക്കാവും. അങ്ങനെ അത് നല്ല രീതിയിലേക്ക് അത് മാറുന്നു. ഇപ്പം ഞങ്ങൾ അന്നുണ്ടായിരുന്ന ഓഫീസിൻ്റെ രൂപമൊക്കെ മാറ്റി ഇപ്പോൾ കുറേ കൂടെ മോഡേണൈസ് ചെയ്ത് നല്ല കോർപ്പറേറ്റ് ഓഫീസാക്കി അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ബേസിക്കായിട്ടുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും തിരൂരിൽ നിന്ന് വിളിച്ചാൽ തിരൂരിൽ നിന്ന് പറയലും പരപ്പനങ്ങാടി എന്ന് പറയലും ഒക്കെ അതേപോലെ തന്നെ തുടരുന്നു. അതിൻ്റെ ആ ഭാഷയിലൊന്നും മാറ്റമൊന്നും വരുന്നില്ല. അതൊക്കെ കുറച്ചും കൂടെ അതേ രൂപത്തിൽ തന്നെ വരിക ചെയ്യും.